സംസ്ഥാനത്തെ 14,000-ലധികം റേഷൻ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെൻറ്റിന് നിയമാനുസൃതം നോട്ടീസ് കൊടുത്ത് ഈ മാസം 8, 9 തീയതികളിൽ കടകൾ അടച്ചിട്ട് തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ രാപ്പകൽ സമരം നടത്തിയത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഭരണപ്രതിപക്ഷ നേതാക്കന്മാരായ MLA-മാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ വന്ന് റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും അടിയന്തരമായി അത് പരിഹരിക്കണമെന്നും അത് പരിഹരിക്കുവാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്നും ഒക്കെ പറഞ്ഞു പോയി എങ്കിലും ദിവസങ്ങളേറെയായിട്ടും നാളിതുവരെ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ ഗവൺമെൻറ് ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സമരം നടന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്, അവരോട് ചർച്ച ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, എങ്കിലും ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ്, 10-ാം തീയതിക്ക് ശേഷം അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് 21-ാം തീയതിയെ നാളിതുവരെ ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ഇതുപോലെ റേഷൻ വ്യാപാരികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ളതായി പോലും നടിക്കുകയോ ചെയ്യാത്ത നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഈ ഗവൺമെൻറ് ഇനിയും റേഷൻ വ്യാപാരികളെ അനിശ്ചിതകാല സമരത്തിലേക്ക് തള്ളിവിടുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റി എത്രയും പെട്ടെന്ന് യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. ഈ മാസത്തിൻ്റെ അവസാനത്തിൽ തന്നെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം ചേരും. കഴിഞ്ഞ രാപ്പകൽ സമരത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും തുടർന്നുള്ള സമരപരിപാടികൾ എന്ത് വേണം എന്നാലോചിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ വലിയ ഭൂരിപക്ഷത്തിൻ്റെയും ഏകകണ്ഠമായ അഭിപ്രായം അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, റേഷൻ വ്യാപാരികളെ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് തള്ളിവിടരുത്. ഓണക്കാലമാണ് വരാൻ പോകുന്നത്. ഓണക്കാലത്ത് റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഗവൺമെൻറ്റിനെ, പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, സർക്കാരിൻ്റെ വിഹിതം ഉറപ്പുവരുത്തുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, കുറ്റമറ്റ നിലയിൽ KTPDS ആക്ട് പുനരാവിഷ്കരിക്കുക, കോവിഡ് കാലത്ത് സൗജന്യമായി നൽകിയ കിറ്റ് കമ്മീഷൻ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും നൽകാതെ നീട്ടിവിടുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടി പ്രതിഷേധാർഹമാണ്. അവസാനിപ്പിക്കുക മാത്രമല്ല, കോടതി ഉത്തരവ് മാനിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓരോ റേഷൻ വ്യാപാരിക്കും അർഹതപ്പെട്ട ആ കിറ്റ് കമ്മീഷൻ എത്രയും പെട്ടെന്ന് നൽകുക എന്നീ പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങളിന്മേൽ ഗവൺമെൻറ് അടിയന്തരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഗവൺമെൻറ് അതിനിടയാക്കരുത് എന്നൊരിക്കൽ കൂടി ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നു.